ഹായ്, മലയാളത്തിന്റെ വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടന്മാരായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമ ഏപ്രിൽ 23-നാണ് റിലീസിംഗ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് ആൻഡ്ര ജോസഫ് ഫിലിം കമ്പനി അറിയിച്ചിരിക്കുന്നു. പുതുക്കിയ റിലീസ് ഡേറ്റ് എപ്പോഴാണ് എന്ന് നാളെ 6 മണിക്ക് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സോഷ്യൽ മീഡിയ പേജ് വഴി അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. GCCയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. തിയേറ്ററുകളിൽ ആളുകൾ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൃശ്യം 3യുടെ റിലീസിംഗ് മാറ്റിയപ്പോൾ പേടിച്ച് മാറ്റി എന്ന്. പേടിച്ചിട്ടല്ല, ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ദൃശ്യം 3യുടെ അണിയറക്കാർ ചെയ്തത്. ആട് 3 കണ്ടില്ലേ വമ്പൻ കളക്ഷൻ നേടുന്നത്, പിന്നെ എന്തുകൊണ്ട് ദൃശ്യം 3 മാറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ആട് 3യുടെ ഇപ്പോഴത്തെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ദൃശ്യം 3 മാറ്റി എന്ന്. അവിടെ നിന്നും വലിയ കളക്ഷൻ ഇടവാണ് ആട് 3ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3 എന്ന സിനിമ വമ്പൻ തുകയ്ക്കാണ് വിദേശ രാജ്യങ്ങളിലേക്ക് വിറ്റിരിക്കുന്നത്. അപ്പോൾ അവിടെ കളക്ഷൻ ഇടിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വിതരണക്കാരന് വലിയ നഷ്ടമാണ് അത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് പാട്രിയോട്ട് എന്ന സിനിമയും. GCCയിലെ പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. പാട്രിയോട്ട് എന്ന സിനിമ റിലീസ് ചെയ്യാൻ ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷെ അവർക്കറിയാം അന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച കളക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് റിലീസിംഗ് മാറ്റിവെക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും നാളെ 6 മണിക്ക് ലാലേട്ടൻ്റെയും മമ്മൂക്കിയുടെയും സോഷ്യൽ മീഡിയ പേജ് വഴി നമ്മൾക്കറിയാം സിനിമയുടെ റിലീസിംഗ് എപ്പോഴാണ് എന്ന്, അതായത് പുതുക്കിയ റിലീസ് ഡേറ്റ് എപ്പോഴാണ് എന്ന് അറിയാൻ പറ്റും. എന്തായാലും 23-ാം തീയതി സിനിമ റിലീസ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ആൻഡ്ര ജോസഫ് ഫിലിം കമ്പനി അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അവസ്ഥയാണ്. എന്തായാലും മെയിൽ സിനിമയുടെ റിലീസിംഗ് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പല ആൾക്കാരും ദൃശ്യം 3യുടെ റിലീസിംഗ് മാറ്റിവെച്ചപ്പോൾ ആട് 3യെ പേടിച്ച് മാറ്റി, ഭയന്ന് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാട്രിയോട്ടിന്റെ റിലീസ് മാറ്റിയിരിക്കുന്നു. അത് ആരെ ഭയന്നിട്ടാണ് എന്നുകൂടി പറയണം. തീർച്ചയായും പേടിച്ച് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. GCCയിലെ പ്രശ്നങ്ങൾ കണ്ട് പേടിച്ച് തന്നെയാണ്, അല്ലാതെ മറ്റാരെയും ഭയന്നല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വമ്പൻ കളക്ഷൻ നേടേണ്ട സിനിമകളാണ്, 100 കോടിയിൽ ഒതുങ്ങേണ്ട സിനിമകളല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 2 സിനിമകളുടെയും റിലീസിംഗ് ഇപ്പോൾ മാറ്റാൻ അവർ തീരുമാനിച്ചത്. എന്തായാലും GCCയിലെ പ്രശ്നങ്ങൾ വേഗം തീരട്ടെ, സിനിമകൾ എത്രയും പെട്ടെന്ന് റിലീസാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.